എൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്നല്ലേ. ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് നമ്മുടെ പേപ്പർ കപ്പ് കൊണ്ട് വളരെ ഭംഗിയായിട്ടൊരു സൺഫ്ലവർ പൂവ് ഉണ്ടാക്കാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ മുമ്പത്തെ വീഡിയോസിൽ നമ്മുടെ പാവ, പിന്നെ സ്പോഞ്ച് ഉപയോഗിച്ച് പാവ, ബട്ടർഫ്ലൈ ഇങ്ങനെയൊക്കെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പേപ്പർ കപ്പ് കൊണ്ട് എന്തുണ്ടാക്കാം? ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള ഐറ്റംസ് നമുക്ക് നോക്കിയാലതാ ഇതേപോലത്തെ പേപ്പർ കപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ കുഞ്ഞ് ചെറിയൊരു പേപ്പർ കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ കപ്പിലേക്ക് ഞാൻ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞ കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതായാലും നിങ്ങൾക്ക് ഈ പേപ്പർ കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ല കളർ ചെയ്യാതെ തന്നെ ഒരു പേപ്പർ കപ്പ് ഫ്ലവർ ഉണ്ടാക്കാം. ഞാൻ വെറുതെ ഭംഗിക്ക് വേണ്ടിയാണ് ഈ പേപ്പർ കപ്പ് ഫ്ലവർ ഞാൻ ഒരു കളർ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടി ആദ്യം തന്നെ കത്രികയാണ്. ഈ കത്രിക എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റം ഭാഗമില്ലേ അതിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓരോന്നോരോന്നായിട്ട് അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതേപോലെ ഓരോന്നോരോന്നും നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ കളർ ചെയ്തതിന് വെച്ചായിട്ട് നമ്മൾ ഇതുപോലെ വെള്ള പേപ്പർ കപ്പ് എടുത്ത് കട്ട് ചെയ്ത് ഫ്ലവറായിട്ട് എടുക്കുമല്ലോ. അന്നേരം സമയം നമുക്ക് കളർ ചെയ്യാനായിട്ട് ഒരു ലെയർ കളർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കളർ ചെയ്തെടുത്ത് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ള കളർ അല്ലെങ്കിൽ കളറ് ചെയ്തിട്ട് വെട്ടണയാണോ കളറില്ലാതെ വെട്ടണയാണോ ഇഷ്ടമുള്ള രീതിയിൽ ഈ നമുക്ക് പേപ്പർ കപ്പ് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ അറ്റം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി. ഇതുണ്ടോ, ഇതിപ്പോൾ എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് ഇവിടെ നിന്ന് ഈ അറ്റം മുതൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. മെല്ലെ മെല്ലെ അളവനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 5ഓ 6ഓ അങ്ങനത്തെ എടുത്തിട്ടുള്ളൂ. എനിക്ക് എത്ര ലെയർ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇത് നല്ലൊരു പൂവാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് വേസിൽ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാനോ ഒക്കെ, പിന്നെ പള്ളിയിലേക്ക് നമ്മൾ ഗിഫ്റ്റ് കൂടി ചെയ്യാനോ ഒക്കെ നമുക്ക് നല്ലതാണ്. ഇതുപോലെ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി കൊടുക്കാം. ഇത് കണ്ട, അപ്പോൾ ആ ഒരു സൺഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഓക്കെ, എളുപ്പമാണ്. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ, കുഞ്ഞുമക്കളായത് കട്ട് ചെയ്യുമ്പോൾ അമ്മമാരോട് കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കും. കത്രിക വെച്ചിട്ട് ഡേഞ്ചറസ് ആണ് നമുക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനേ. അങ്ങനെ ഓരോ ലെയറായത് കണ്ടോ, അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ വരച്ചോ ഓരോ കപ്പലിങ്ങനെ വരച്ച് ആ ലെയറിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അത് വരക്കാതെയും കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോന്നും കട്ട് ചെയ്ത് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചുറ്റും കട്ട് ചെയ്ത് കുഞ്ഞു ക്രാഫ്റ്റ് ഇടുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് സ്കൂളിലേക്ക് ആയാലും അല്ലെ ഇവിടെ നിങ്ങൾക്ക് എന്തിനായാലും ഇതുപോലത്തെ കുഞ്ഞു ക്രാഫ്റ്റ് ചെയ്ത് അവർ കാണിക്കുന്നത് നല്ലതാണ്. അതുപോലെ ടീച്ചേഴ്സിനൊക്കെ പൂ കൊടുക്കാനൊക്കെ ടീച്ചേഴ്സ് ഡേ ഒക്കെ വരുള്ളൂ. ആ സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ കൈ വെച്ച് ഉണ്ടാക്കിയാണല്ലോ അവർക്ക് ഫ്ലവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു കുഞ്ഞി ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ കേട്ടോ. കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ പതുക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഓരോ അളവിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്പീഡിൽ കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കട്ട് ചെയ്ത അളവിനായിരിക്കില്ല പിന്നെ കട്ട് ചെയ്ത് ആ ലെയർ പോകുന്നത്, പല ഷേപ്പിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെല്ലെ
കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഉള്ളൂ, അതും കൂടി നമുക്ക് ഫിനിഷ് ആക്കി എടുക്കാം. ശരിക്കും കൈയൊക്കെ വേദന എടുക്കണം ആ ഒരു ലെയർ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും. കത്രിക അങ്ങനെ പിടിച്ച് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല സമയം എടുത്ത് വെളുത്തിച്ച് കട്ട് ചെയ്തെടുക്കാനാണ്. ഇത് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ നമുക്ക് എളുപ്പം ചെയ്യാം. ഞാൻ നേരത്തെ കളർ ചെയ്ത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ലെയർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ലെയറിനും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അടിക്കുമ്പോഴത്തേക്ക് നമുക്കെന്താ ടൈം അത്രയും വേസ്റ്റായി പോകും. അപ്പോൾ എളുപ്പമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പേപ്പർ കപ്പ് ഇതുപോലെ കളർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാൻ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് അന്നേരം കളർ എടുക്കാന്നൊക്കെ ഉണ്ട്, നമുക്ക് ബാക്കിയുള്ള പണികൾ ഇതിട്ട് സെറ്റപ്പ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ പേപ്പർ കപ്പ് ഫ്ലവർ റെഡിയാവാൻ പോവാണ്. അപ്പം നടന്നോളാം. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫെവിക്കോളായിരുന്നു, പശയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ഫെവിക്കോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഫെബി ബോണ്ട് എന്നിട്ട് പശ എടുത്തേക്കുന്നത് കേട്ടോ. ഫെവിക്കോൾ എടുക്കണത് നല്ലത്, പക്ഷെ എൻ്റെ കയ്യിൽ മറ്റേ ഫെവിക്കോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പശ എടുത്തത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇതിരിച്ച് വേറൊരു പശയാണ്, കയ്യിലൊക്കെ വീണതിന് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കൈ വെച്ച് തൊടാതെ തന്നെ ഇതൊന്ന് തൂത്ത് കൊടുക്കാം. ഇച്ചിരി ഒരു പശയാണ് നമുക്കിത്. ഈ പശ ശരിക്കും മറ്റേ ചെരുപ്പൊട്ടിക്കാനും ആ ഒരു ഞാൻ കൈ വെച്ച് തൂക്കാത്തതെന്ന് വെച്ചാൽ കയ്യിൽ തൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ അത് പോവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി ആ പേപ്പർ കപ്പിൻ്റെ മറ്റത്തത്തിട്ടൊരു സാധനം ഇല്ലേ, അത് വെച്ച് കട്ട് ചെയ്തെടുത്തത്. ഇവിടെ പശ അവിടെ പോയി കുറച്ച് തൂത്ത് കൊടുക്കാം, ഒത്തിരി വേണ്ട കേട്ടോ. കേട്ടോ, ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ച് വെക്കാം. പിന്നെ ഈ സൈഡില്ലേ ഈ പേപ്പർ കപ്പ് നമ്മുടെ ഈ സൈഡകത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്ന വെച്ചാൽ അതങ്ങനെ വിടർന്ന് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാവോ? സ്ട്രോ അല്ലേ വേണ്ടത്. അതായത് നമ്മുടെ ഫ്ലേവറിനെ പിടിക്കാനായിട്ട് സ്ട്രോയാണ് നമുക്ക് വേണ്ടത്. അതിതാ ഇതേപോലത്തെ ഒരു സ്ട്രോ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുവാണ്. സ്കെച്ച് പെന്നോ ക്രയോൺസോ എന്ത് വേണമെങ്കിലും എനിക്കൊന്ന് അത് കളർ ചെയ്തെടുക്കും. ഞാനിവിടെ സ്കെച്ചാണ് എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ വേണ്ട, ചിലർക്ക് ക്രയോണോ അല്ലെങ്കിൽ സ്കെച്ചായിരുന്നു. ഞാനിപ്പോൾ സ്കെച്ച് എടുത്തിട്ട് എനിക്ക് അത്രയും ഇത് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം വേണം സ്കെച്ചിന്. പിന്നെ ഈ ക്രയോൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും സമയം ജസ്റ്റ് ഒന്ന് ലൈറ്റ് പോലെ ഒന്ന് കൊടുത്താൽ മതിയല്ലോ. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ കളർ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അത് ഒട്ടിച്ച് വെക്കണ്ടേ.
ഇത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇത് ശരിക്കും ഉണങ്ങണം, നന്നായിട്ട് ഉണങ്ങണം. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. ഇതാ നമ്മുടെ പേപ്പർ കപ്പ് സൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, വളരെ ഭംഗിയുള്ള ഒരു സൺഫ്ലവറാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഇതുപോലെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഇനിയും വരുന്നത് കേട്ടോ.